ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നാണം കെട്ടവന്മാരെ സഹായിക്കാനാണോ നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്നത്? നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോടാ. മര്യാദയ്ക്ക് തള്ളയും മോളെ നിന്റെ വീട്ടിൽ വിളിച്ചോണ്ട് വെക്കണം, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് പോവില്ല. ചേട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞു. മോനെ, ഇത് സ്ഥലം വേറെയാ. ഇവിടെ വന്ന് നിന്റെ അത്യാസം ഇറക്കാൻ നോക്കിയാലുണ്ടല്ലോ, ചവിട്ടി പുഴയെ താഴ്ത്തും. നിങ്ങളുടെ കയ്യിലിരിപ്പിന് ചാകുന്നതാണ് നല്ലത്. ഷർട്ടിന്ന് കൈയെടുക്ക. എടുക്കാൻ പറഞ്ഞോ. എന്താ നിങ്ങൾക്കൊക്കെ? ആരെങ്കിലും ഒരാൾ ഇരുട്ടിന്റെ മൂലയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറഞ്ഞ ഉടനെ അവര് പറഞ്ഞൊക്കെ സത്യാവോ? ഈ നിൽക്കുന്ന എന്റെ ഭർത്താവാ. എന്നെ കൊന്നിട്ടല്ലാതെ എന്റെ ഭർത്താവിന്റെ ദേഹത്ത് ഒരാൾ കൈ വയ്ക്കില്ല. നിങ്ങളൊക്കെ വലിയ ന്യായം പറയുന്ന നാട്ടുകാരല്ലേ? ദാ, ഇവര് രണ്ടുപേരും ഒരു തറവാട്ടിലാന്ന് ഇവൻ പറഞ്ഞല്ലോ. ഇവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചോ? ഈ നിൽക്കുന്ന വരുണ്ട അനുജന ഇവൻ. സ്വന്തം കുടുംബം കൊള്ളയടിച്ചതിന്റെ പേരില് കണിമംഗലത്തിൽ നിന്നും പടിയിറക്കി വിട്ടതാ ഇവനെ. ഈ നിന്ന് മാന്യത പറയുന്ന ഇവന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ എവിടെയാന്ന് ചോദിച്ചോ? ജയിലിൽ കിടക്കുക കൊലപാതക കുറ്റത്തിന്. പിന്നെ ഇയാള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പുഴയില് രണ്ടുപേര് വീണപ്പോ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഓടിക്കൂടിയ വേറൊരാളൊന്നും അല്ല. ഇയാളൊരു പോലീസുകാരനാ, CI. ഇപ്പൊ ഇയാളുടെ ദേഹത്ത് യൂണിഫോം ഇല്ല. എന്താ കാര്യമെന്നറിയോ? ഇവന്റെ അച്ഛൻ ചെയ്തു എന്ന് പറഞ്ഞ കൊലപാതകമില്ലേ, അത് മറച്ചു വെച്ച കള്ള കേസ് ഉണ്ടാക്കിയതിന് കോടതി ഇടപെട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തതാ. ഈ രണ്ട് പേരും കള്ളന്മാരുടെ വാക്ക് വിശ്വസിച്ച് വരുണിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങള്. ചേട്ടാ, രാധി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു നോക്ക്. ഇയാള് സസ്പെൻഡ് ചെയ്യപ്പെട്ടതും ഇവന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നതൊക്കെ അവര് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങളുടെ കൺമുനി നടക്കുന്നുണ്ടല്ലോ, ഇതുപോലും ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നതാ. അതും എനിക്കിപ്പോ സംശയമുണ്ട്. കാരണം എന്നെയും എന്റെ കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ നിൽക്കുന്ന രണ്ടുപേരും, ഈ നിൽക്കുന്ന മുത്തശ്ശിയും കൊച്ചുമോളും ഇല്ലേ, അത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങക്ക് കാര്യം ബോധ്യായോ? ബാക്കി നിങ്ങൾക്ക് കണക്ക് എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ നാളെ രാവിലെ കണിമംഗലം പരമേശ്വരന്റെ വീട്ടിലെത്തിയാ മതി. ഞങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. വരുൺ, വാ. ഒരു മിനിറ്റ് മുത്തശ്ശി, എന്ത് ക്രൂരതയും കാണിക്കാൻ മടിയില്ലാത്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഇവളെയും കൊണ്ട് കണിമംഗലത്തിന്റെ പടി കയറാൻ വന്നാൽ ആ പടിക്കൽ തന്നെ നിങ്ങൾ തീരും. വാ. ഈ നാണം കെട്ടവന്മാരെ സഹായിക്കാനാണോ നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്നത്? നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോടാ. താൻ എന്തു പോലീസാടോ? ഓ, വലിയ ബുദ്ധിശാലിയാണെന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ബാക്കിയുള്ളവര് വെള്ളത്തിൽ വീണ് തണുത്ത് വിറങ്ങലിച്ചത് മാത്രം മിച്ചം. വൃത്തികെട്ടവന്മാര്.
എന്റെ കൊച്ചും. ഹലോ മോളെ, ഹലോ അച്ഛാ, മുത്തശ്ശിയും പ്രിയങ്കയും ഞാൻ കണ്ടു. എവിടെ വെച്ച മോളെ? ആറ്റശ്ശേരിയിലേക്ക് വരാതെ മുങ്ങി നടന്നത് പുതിയ നാടകങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയോ? എന്താ? എന്നിട്ട് അവരെവിടേക്കാ പോയത് മോളെ? എനിക്കറിയില്ല അച്ഛാ. അച്ഛനോടൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാ വിളിച്ചത്. എനിക്ക് മുത്തശ്ശിയോടും പ്രിയങ്കയോടും ക്ഷമിക്കാൻ പറ്റില്ല. ഇത്രയും കാലം അവര് വരുണിനെയും വരുണിന്റെ കുടുംബത്തിനെയും നാണം കെടുത്തി. വരുണിന്റെ പേരിൽ ഒരു കേസ് വരരുതല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും ക്ഷമിച്ചു. ഇനി അത് പറ്റില്ല. വരുൺ എന്റേതാ. വരുൺ എന്നെ സംരക്ഷിക്കുന്ന പോലെ തിരിച്ചു എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി മുത്തശ്ശിയോ പ്രിയങ്കയോ കണിമംഗലത്തേക്ക് കാലെടുത്ത് വച്ച അവിടെയുള്ളവർ ആട്ടി ഇറക്കുന്നതിന് മുൻപ് ഞാനായിരിക്കും അത് ചെയ്യാം.